യേശുവേ എൻ പ്രിയനേ, നിന്റെ മൃദുസ്വരം കേൾപ്പിക്കണേ. യേശുവേ എൻ പ്രിയനേ, നിന്റെ മൃദുസ്വരം കേൾപ്പിക്കണേ. മറ്റൊന്നും വേണ്ടിപ്പോ നിന്റെ ഒരു വാക്കുമതി എനിക്ക്. മറ്റൊന്നും വേണ്ടിപ്പോ നിന്റെ ഒരു വാക്കുമതി എനിക്ക്. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് ഇടപെടുന്ന വചനം 95-ാം സങ്കീർത്തനം അതിൻ്റെ 8-ാമത്തെ വാക്യമാണ്. ഒന്ന് ശ്രദ്ധിച്ച്. ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മെരിബയിലെ പോലെയും മരുഭൂമിയിൽ മസാനാളിനെ പോലെയും നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. ആമേൻ. ഇതിനകത്തൊരു ദൂത് ഇങ്ങനെ കിടക്കുന്നു. ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നെങ്കിൽ, അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ദൈവത്തിന് നിങ്ങളോട് എല്ലാ ദിവസവും മിണ്ടാനുണ്ട്. ആമേൻ. വർഷത്തിലൊരിക്കലോ രക്ഷിക്കപ്പെട്ട ആദ്യ ദിവസത്തിലോ മാത്രം നിങ്ങളോട് മിണ്ടുന്ന ദൈവമല്ല, എല്ലാ ദിവസവും നിങ്ങളോട് മിണ്ടാൻ ആഗ്രഹിക്കുന്നൊരു ദൈവം. ആമേൻ. അപ്പോൾ അങ്ങനെ ദൈവശബ്ദം കേൾക്കണമെങ്കിൽ എന്താ നമ്മൾ ചെയ്യണ്ടേ? അതിപ്രധാനമായ കാര്യം, നിങ്ങൾ പ്രാർത്ഥിക്കുക. അതിനെ പോലെ തന്നെ പ്രാധാന്യമുള്ള കാര്യം ദൈവവചനം വായിക്കുക. സ്തോത്രം. പ്രാർത്ഥിച്ച് കിടക്കുക, സ്വപ്നങ്ങളോട് സംസാരിക്കും. പ്രാർത്ഥിക്കുമ്പോൾ ദർശനങ്ങളോട് സംസാരിക്കും. ആമേൻ. കർത്താവിനെ സ്തുതിക്കുക. സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ആ സോങ്ങിലൂടെ ദൈവത്തോട് സംസാരിക്കും. എനിക്കറിയില്ല, പക്ഷെ ഒരു കാര്യം ഉറപ്പാ, ദൈവം നിങ്ങളോട് സംസാരിക്കും. ആമേൻ. ഇന്നത്തെ ഈ സന്ദേശം നിങ്ങൾക്ക് തരുന്നതിൻ്റെ അതിപ്രധാനമായൊരു കാര്യം, എല്ലാ ദിവസവും ദൈവശബ്ദം കേൾക്കാൻ ദൈവം നിങ്ങളെ ഒരുക്കട്ടെ. എൻ്റെ പിതാവ് ഒരു സമയം ഭയങ്കരമായിട്ട് ഭാരപ്പെട്ടു. കാരണം എൻ്റെ ശുശ്രൂഷയിൽ ഒരു സമയത്ത് കർത്താവ് എന്നോട് പറഞ്ഞു, മറ്റൊരു ഭാഗത്തേക്ക് ശുശ്രൂഷ തിരിക്കാൻ പറഞ്ഞു. എന്നാൽ എൻ്റെ പിതാവിനത് മനസ്സിലാക്കാൻ ഭയങ്കര പാടായിരുന്നു. പല ദിവസവും എൻ്റെ പിതാവ് വളരെ സങ്കടപ്പെടുകയും കരയുകയും ചെയ്തിരുന്നു. എന്നാൽ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റപ്പം പറഞ്ഞു, എനിക്ക് അവനെക്കുറിച്ച് ഒരു സങ്കടമില്ല, കാരണം ഇന്നലെ രാത്രിയിൽ എന്നോട് കർത്താവ് സംസാരിച്ചു. ഞാൻ എൻ്റെ പിതാവ് മരിക്കുന്ന സമയം അച്ഛനോട് ചോദിച്ചു, അച്ഛാ ഞാൻ എന്താകണം? അച്ഛൻ്റെ ഹൃദയത്തിൽ എന്താ ആഗ്രഹം? എന്നോട് പറഞ്ഞു, നീ ഇങ്ങനെ തന്നെ പോവുക, കാരണം കർത്താവ് നിൻ്റെ കൂടെയുണ്ട്. എന്നെക്കുറിച്ചുള്ള എൻ്റെ പിതാവിൻ്റെ സങ്കടം മാറിയത് ഒരു പ്രവാചകൻ ദൂത് പറഞ്ഞപ്പോഴല്ല, അത് ഉറപ്പായിട്ട് ദൈവം സംസാരിക്കും. വ്യക്തിപരമായി ദൈവം ഇടപെട്ടപ്പോഴാണ് എൻ്റെ പിതാവ് സമാധാനമായത്. നിങ്ങളുടെ തലമുറയെക്കുറിച്ചും നിങ്ങളുടെ സാഹചര്യത്തെക്കുറിച്ചും വ്യക്തിപരമായൊരു ദൈവശബ്ദം ദൈവത്തിൽ നിന്ന് പ്രാപിക്കുക. ഇന്നത്തെ ഈ വചനം നിങ്ങൾ കേൾക്കുന്നതിന് പിൻപിൽ ഇങ്ങനത്തെ ഒരു അഭിഷേകം ചലിക്കാൻ പോവുകയാണ്. നിങ്ങൾ ദൈവശബ്ദം കേൾക്കാൻ പോവുകയാണ്. ആമേൻ. വചനം ഇങ്ങനെ പറയുന്നു, ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നു എങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ഇന്നും കർത്താവ് നിങ്ങളുടെ മിണ്ടും. എന്തോ കർത്താവ് നിങ്ങളുടെ മിണ്ടാൻ പോകുക. നിങ്ങളുടെ പ്രശ്നങ്ങളുടെ നടുവിൽ, രോഗങ്ങളുടെ നടുവിൽ, തകർച്ചകളുടെ നടുവിൽ ദൈവം നിങ്ങളോട് മിണ്ടാൻ പോകുകയാണ്. അസാധാരണമായ ചില ദൈവശബ്ദങ്ങൾ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ ദൈവം അലങ്കരിക്കാൻ പോവുകയാണ്. യെസ്. നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച്, ജോലിയെക്കുറിച്ച്, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ ചില ഭാവി വിഷയത്തെ സംബന്ധിച്ച് ചില ഡിസിഷനുകൾ എടുക്കാൻ കഴിയാതെ ഭാരപ്പെടുന്ന ചിലർ നിൽക്കുന്നു. ദൈവം നേരിട്ട് ഒരു സ്വപ്നത്തിലൂടെയോ ദർശനത്തിലൂടെയോ ഒരു വചനത്തിലൂടെയോ നിങ്ങൾക്ക് ബോധ്യമാകുന്ന നിലയിൽ സംസാരിക്കും. മറിയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിച്ചിരിക്കുന്ന യോസെഫിനോട് രാത്രിയിൽ സ്വപ്നത്തിൽ വന്ന ദൈവം പറയുകയാണ്, അവിടെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട. എന്തു വലിയ പ്രശ്നമായിരുന്നു അവിടെ. പക്ഷെ ദൈവം നേരിട്ട് പറഞ്ഞ ഒറ്റ ശബ്ദത്തിൽ ജോസഫിനെ അവിടെ ചേർത്ത് കൊണ്ടു. ചിലതിനെയൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ പാടായിരിക്കും, പക്ഷെ ദൈവം നമ്മുടെ സംസാരിച്ചാൽ എല്ലാ
നിങ്ങളോട് ദൈവം സംസാരിക്കാൻ പോകുന്നു, വ്യക്തിപരമായി ഇടപെടാൻ പോകുന്നു. വളരെ പ്രാർത്ഥനയോടെ നിങ്ങൾ ഈ ദൂതനെ ഏറ്റെടുത്ത് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുക. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. യേശുവിന് ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അങ്ങ് ഞങ്ങളോട് സംസാരിക്കാൻ പോകുന്ന നല്ല നിമിഷങ്ങൾക്കായിട്ട് ഞങ്ങൾ കാത്തിരിക്കുന്നു. കർത്താവെ, അങ്ങ് ഞങ്ങൾക്കായിട്ടൊരു ഇന്നിൻ്റെ ശബ്ദത്തെ കർത്താവെ കേൾപ്പിക്കാൻ പോകുന്നതിന് നന്ദി പറയുന്നു. കർത്താവെ, ദൈവശബ്ദം കേൾക്കുന്ന ഒരു ആത്മതല ഞങ്ങൾക്കായി തുറന്നു തരുന്നതിന് സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തി അനുഗ്രഹിക്കുന്നു. അവരുടെ ജീവിതത്തിലെ എല്ലാ കൺഫ്യൂഷനുകളും മാറുവാൻ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ക്ലിയർ ആയിട്ടുള്ളൊരു ക്ലാരിറ്റി ഒരു ദൈവശബ്ദം കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ അവർക്ക് ലഭ്യമാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്നത്തെ ദിവസത്തെ അനുഗ്രഹിക്കുന്നു. നൽകുന്ന എല്ലാ ദൈവശബ്ദങ്ങൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് നിങ്ങളെ ബ്ലസ് ചെയ്യുന്നു. ദൈവശബ്ദം കേൾക്കാൻ ദൈവം നിങ്ങളുടെ കാതുകളെ